ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന നാളുകളാണല്ലോ. സഹനങ്ങൾക്കപ്പുറം മഹത്വമുണ്ടെന്ന് കർത്താവ് നമുക്ക് കുരിശിലൂടെ കാണിച്ചു തന്നു. നമ്മുടെ പ്രത്യാശ സ്വർഗീയ ജെറുസലേമാണ്. ഈ വിശുദ്ധ വാരത്തിൽ ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ ഇടയാകട്ടെ. ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിലുള്ള നമ്മുടെ പൗരത്വത്തിലാണ് നമ്മുടെ പ്രത്യാശ ഉറപ്പിച്ചിരിക്കുന്നത്. സ്വർഗീയ ജെറുസലേം വേദനയും കണ്ണുനീരുമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുന്ന ഒരു സ്ഥലമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഈ പ്രത്യാശ നമുക്ക് നൽകുന്നു. അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും മരണത്തെ ജയിക്കുകയും ചെയ്തതിലൂടെ നമുക്ക് സ്വർഗീയ ജെറുസലേമിൽ ഒരു സ്ഥലം ഉറപ്പാക്കിയിരിക്കുന്നു. ഈ വിശുദ്ധ വാരത്തിൽ യേശുവിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർക്കുകയും സ്വർഗീയ ജെറുസലേമിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സന്തോഷിക്കുകയും ചെയ്യാം. ഈ ലോകത്തിലെ താൽക്കാലികമായ കഷ്ടപ്പാടുകൾ നമ്മെ തളർത്താതിരിക്കട്ടെ. നമ്മുടെ കണ്ണെപ്പോഴും വരാനിരിക്കുന്ന മൗത്വത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. മാത്രമല്ല, നോയമ്പ് കാലത്ത് വിശുദ്ധിയുടെ സൗരഭ്യം പരത്തുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ ജെറുസലേമാണ്. ഈ വിശുദ്ധ വാരം ഈ സത്യം നമ്മെ കൂടുതൽ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷപൂർവ്വം നേരുകയും ചെയ്യുന്നു.